Hey everyone, supply chain challenge in the video in the supply chain design video and in today's video we will be learning about a framework of supply chain network design. So this video book notes if not please do so. So in the framework for supply chain network design. Now, we have a framework already cluttered decisions in a structured way option ആണ് നമ്മൾ എപ്പോഴും ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ സ്കോർ മോഡൽ പഠിച്ചല്ലേ അപ്പം അതുപോലുള്ളൊരു ഫ്രെയിംവർക്ക് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് 4 ഫേസസ് ഉണ്ട് ആൻഡ് ആ 4 ഫേസസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് ചെക്ക് ലിസ്റ്റുകളും ഉണ്ട്. അപ്പം അത് അത്രയും ചേരുമ്പോൾ നമുക്ക് നമ്മുടെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈനിലുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ബി ഇറ്റ് സ്ട്രാറ്റജിക് ലെവൽ, ടാക്ടിക് ലെവൽ ഓർ ഓപ്പറേഷൻസ് ലെവൽ. Okay, or operational level. Let's get started. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫേസ് ആണ് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ വരും? നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജി ഓർ കോമ്പറ്റിറ്റീവ് സ്ട്രാറ്റജി വരും. ആൻഡ് അതേപോലെ ഇന്റേണൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? നമ്മളുടെ കമ്പനിയുടെ കപ്പാസിറ്റി, അതേപോലെ നമ്മളുടെ കമ്പനിയുടെ ക്യാപിറ്റൽ, നമുക്ക് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഇതാണ് ഗ്ലോബൽ കോമ്പറ്റീഷൻ. ഗ്ലോബലായിട്ട് നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള കോമ്പറ്റീഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട 3 ആസ്പെക്ട്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളുടെ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയുടെ വീഡിയോസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട് ആൻഡ് നമ്മുടെ ക്യാപിറ്റൽ കപ്പാസിറ്റി, അതേപോലെ മറ്റു കോമ്പറ്റീഷൻ, എക്സ്റ്റേണൽ ഇന്റേണൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പം അതാണ് ഒന്നാമത്തെ ഫേസ്, അതായത് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈനിന്റെ അകത്ത് ഒന്നാമത്തെ ഫേസ് ആണ് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമ്മൾ രണ്ടാമത്തെ ഫേസിലേക്ക് വരികയാണ്. അവിടെയാണ് റീജിയണൽ ഫെസിലിറ്റി കോൺഫിഗറേഷൻ. അപ്പൊ നമ്മൾ അവിടെയാണ് നമ്മൾ ഏത് ജോഗ്രഫി വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു അതിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് താരിഫ് ആൻഡ് ടാക്സ് ഇൻസെന്റീവ്സ്. ഇപ്പൊ നമ്മളാണെങ്കിൽ ജോഗ്രഫി എയും ജോഗ്രഫി ബിയും അല്ലെങ്കിൽ കൺട്രി എയും കൺട്രി ബിയും തമ്മിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് താരിഫ് ആൻഡ് ടാക്സ് ഇൻസെന്റീവ്സ് കിട്ടുന്നത് നമ്മൾ നോക്കണം. ആൻഡ് അടുത്തതാണ് റീജിയണൽ ഡിമാൻഡ്. അതേപോലെ റീജിയണൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ജോഗ്രഫിയിലുള്ള ഡിമാൻഡ് ഫോർ നമ്മുടെ പ്രോഡക്ട്സ്. അപ്പം അതിന്റെ ഡിമാൻഡ്, അതിന്റെ സൈസ്, അതേപോലെ അതിന്റെ സ്കെയിലബിലിറ്റി. 4 ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ എനിക്ക് ഈസിലി സ്കെയിൽ ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെ അതിന്റെ ഹോമോജിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എല്ലാവരും ഒരേ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് നോക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹെട്രോജിനിറ്റി. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സും പല റിക്വയർമെന്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ഈ ഹോമോജിനിറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഒരേ പ്രോഡക്റ്റ് മാസ് സ്കെയിലിൽ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ആൻഡ് ദെൻ അടുത്തൊരു കാര്യമാണ് പൊളിറ്റിക്കൽ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് അതേപോലെ തന്നെ ഡിമാൻഡ് റിസ്ക്. അതായത് ആ ഒരു ജോഗ്രഫിയുടെ, ആ ഒരു കൺട്രിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ നോക്കും. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ടെക്നോളജീസ്, അതെന്ന് പറഞ്ഞാൽ കോസ്റ്റും അതേപോലെ സ്കെയിൽ. അതായത് നമുക്ക് ആ ഒരു ജോഗ്രഫിയിൽ നമ്മൾക്ക് ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് എത്രത്തോളമാണ്, അതേപോലെ തന്നെ അത് സ്കെയിൽ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു എക്കോസിസ്റ്റം സപ്പോർട്ട് അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആൻഡ് ദെൻ അടുത്തതാണ് കോമ്പറ്റിറ്റീവ് എൻവയോൺമെന്റ് ഓഫ് ദാറ്റ് ജോഗ്രഫി. ഇത് നമ്മൾ പറഞ്ഞ എന്താണ്? ഗ്ലോബൽ കോമ്പറ്റീഷൻ ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ്? കോമ്പറ്റിറ്റീവ് എൻവയോൺമെന്റ് ഓഫ് ആ പർട്ടിക്കുലർ ജോഗ്രഫി അല്ലെങ്കിൽ ആ ഒരു കൺട്രി. അത് അത്രയും നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഫേസ് 2 കവർ ആവും. അവിടെയാണ് നമ്മൾ റീജിയണൽ ഫെസിലിറ്റി കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി അവിടുന്ന് അടുത്തത് വരുന്നതാണ് ഫേസ് 3 വിച്ച് ഈസ് ഡിസൈറബിൾ സൈറ്റ്സ്. ഓക്കെ, ഡിസൈറബിൾ സൈറ്റ്സ് നോക്കി കഴിയുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ നോക്കണം? ഒന്ന് അവൈലബിൾ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് സെസ് ലൊക്കേഷൻസ് ഉണ്ടോ? നമ്മൾ പ്രീവിയസ് വീഡിയോസ് നമ്മൾ പറഞ്ഞല്ലേ, നമുക്ക് സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ ഹബ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതെല്ലാം നോക്കുന്നത് നമ്മൾ ആ ഒരു സൈറ്റ് ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ്. അവിടെയാണ് നമ്മൾ നമ്മളുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മെത്തേഡ് എല്ലാം യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അതേപോലെ അവിടെ നമ്മൾ നോക്കേണ്ടതാണ് പ്രൊഡക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വർക്കേഴ്സിന്റെ സ്കിൽ സെറ്റുകൾ, അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആ ലൊക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് എല്ലാം നമ്മൾ നോക്കണം. ആൻഡ് ദെൻ അവിടുന്ന് നമ്മൾ നാരോ ഡൗൺ ചെയ്ത് വരുന്നതാണ് ഫേസ് 4. അവിടെയാണ് നമ്മൾ ലൊക്കേഷൻ ചോയ്സസ്. അപ്പം ലൊക്കേഷൻ ചോയ്സസ് എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജി വേണം ഡിസൈഡ് ചെയ്തു. ആൻഡ് ദെൻ നമ്മളുടെ ഏത് കൺട്രി വേണം ഡിസൈഡ് ചെയ്തു. ഔട്ട് ഓഫ് ദാറ്റ് നമുക്ക് ഏതൊക്കെ സൈറ്റ് ആണ്, ഏതൊക്കെ ഒരു ടെൻഡേറ്റീവ് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്ന് പറയുന്ന പോലെ നമ്മൾ ഏതൊക്കെ സൈറ്റ് എവിടെ വേണം എന്ന് ഡിസൈഡ് ചെയ്തു. ആൻഡ് ദെൻ 4ാമത്തെ ഫേസിൽ നമ്മൾ ഏത് ലൊക്കേഷൻ എന്നുള്ളത് പ്രിസൈസ് ആയിട്ട് ഡിസൈഡ് ചെയ്യും. അവിടെയാണ് നമ്മൾ നോക്കുന്നത് ഫാക്ടറി കോസ്റ്റ്. നമ്മൾ അവിടെ ഒരു ഫാക്ടറി റൺ ചെയ്യണമെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് എത്രയാണ്. അതേപോലെ തന്നെ ലേബേഴ്സിന്റെ അവൈലബിലിറ്റി, റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിന്റെ അവൈലബിലിറ്റി എല്ലാം നമ്മൾ നോക്കുന്നത്. ആൻഡ് അതേപോലെ വേറൊരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലോജിസ്റ്റിക്സ് കോസ്റ്റ്, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് കൂടുതലാണോ, ആൻഡ് അതേപോലെ തന്നെ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെന്ററി, അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഓവറോൾ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഈ ഒരു ഫ്രെയിം വർക്ക്, അതായത് ഇത്രയും വീഡിയോസിൽ നമ്മൾ പറഞ്ഞതിന്റെ ഓൾമോസ്റ്റ് കവറപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്.
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയെ പറ്റിയാണ് അല്ലേ? ഫസ്റ്റ് വീഡിയോ വാസ് ഇൻട്രൊഡക്ഷൻ, ദെൻ സെക്കൻഡ് വീഡിയോ വാസ് അബൌട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ആൻഡ് ദെൻ നമ്മൾ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്തു. ആൻഡ് അവിടുന്ന് എന്താണ് നമ്മളാണെങ്കിൽ നമ്മളുടെ ഒരു എക്സാമ്പിൾ എടുത്തു. നമ്മൾ ജീറൈഡ് ഇലക്ട്രിക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ എക്സാമ്പിൾ എടുത്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു കൺട്രി ചൂസ് ചെയ്തു, നമ്മൾ ഇന്ത്യ ആണെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ മൂന്നാമത് നമ്മൾ എന്താണ് ചെയ്തത്? അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കുറച്ച് സൈറ്റ്സ് നമ്മൾ ഡിസൈഡ് ചെയ്തു. തെലങ്കാന വേണോ കേരള വേണോ എന്ന് ഡിസൈഡ് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ എന്താണ് ഹൈദരാബാദ് എന്നുള്ളൊരു ലൊക്കേഷനിൽ നമ്മൾ ലോക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി കവറപ്പ് ചെയ്തു. ഓക്കെ, അന്നേരം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. ബട്ട് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും, ഏത് കമ്പനിയിലും, ഏത് പ്രൊഡക്റ്റ്, ഏത് ഇൻഡസ്ട്രി, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഈ ഒരു മോഡൽ, ഈ ഒരു ഫ്ലോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് അതിന്റെ സ്റ്റെപ്സ് ആൻഡ് ഇതാണ് അതിൽ കൺസിഡർ ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കൺസിഡർ ചെയ്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഒരു ഫൈനൽ ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ഡിസിഷൻ ചുരുക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇതിപ്പോ നമ്മൾ രണ്ടാമത്തെ ഫ്രെയിം വർക്ക് ആണ് പഠിക്കുന്നത്. സ്കോർ മോഡൽ നമ്മൾ പഠിച്ചു. ആൻഡ് നൗ ദിസ് ഈസ് ദ ഫ്രെയിം വർക്ക് ഫോർ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ഡിസൈൻ. സോ വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസിൽ നമ്മൾ ഇതിനെ കുറച്ചുകൂടി ഇൻഡെപ്ത് പോയി, അതായത് മാത്തമാറ്റിക്കൽ മോഡൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ലൊക്കേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ, എങ്ങനെ നമ്മളുടെ ഫെസിലിറ്റി ഡിസിഷൻസ് എടുക്കാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഫ്രെയിം വർക്ക് ഫോർ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So if not, please do let me know in the comment section. With that, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.